ഡാർക്ക് വെബ്, ഇൻ്റർനെറ്റിൻ്റെ കാണാപ്പുറം. ഇൻ്റർനെറ്റ് നമ്മളുടെ ജോലിയും വിനോദവും ജീവിതരീതിയും എല്ലാം മാറ്റിമറിച്ചു. നമ്മുടെ താൽപ്പര്യങ്ങളും വിശ്വാസങ്ങളും എന്തുതന്നെ ആയാലും അതുപോലെ ചിന്തിക്കുന്ന ആരെങ്കിലുമോ എന്തെങ്കിലുമോ ഇൻ്റർനെറ്റിൽ ഉണ്ടാകും. മുമ്പൊരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിൽ ഇൻ്റർനെറ്റ് നമ്മളെ ബന്ധിപ്പിച്ചിരിക്കുന്നു. ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ആളുകൾക്കും ഒരുമിക്കാൻ കഴിയുന്ന ഒരിടമാണിത്. ഇൻ്റർനെറ്റിൽ ഒരുപാട് വിവരങ്ങൾ ലഭ്യമാണ്. അതിൽ മിക്കതിനെക്കുറിച്ചും നമുക്കറിയില്ല. നിയമപരമോ അല്ലാത്തതോ ധാർമ്മികമോ അല്ലാത്തതോ ആയ ഏതൊരു സേവനമോ ഉൽപ്പന്നമോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇൻ്റർനെറ്റിൽ ലഭിക്കും. അത് നല്ലതിനോ ചീത്തയ്ക്കോ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന സർഫസ് വെബ് പോലെ തന്നെ ഡാർക്ക് വെബിലും വെബ്സൈറ്റുകളും ഫോറങ്ങളും സേവനങ്ങളും ഉണ്ട്. പക്ഷേ അത് സംരക്ഷണത്തിൻ്റെ ഒരു പാളിക്കുള്ളിൽ മറഞ്ഞിരിക്കുകയാണ്. ഉപരിതലത്തിനടിയിൽ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് തടഞ്ഞിട്ടുള്ള ഇരുണ്ടതും രഹസ്യവുമായ പ്രവർത്തനങ്ങളുടെ ഒരു കൂടാണുള്ളത്. ഡാർക്ക് വെബ് നിയമവിരുദ്ധമായ ഓൺലൈൻ പ്രവർത്തനങ്ങളുടെ ഒരു സങ്കേതമാണ്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ ആഴത്തിലുള്ള ഒന്നാണത്. കുറ്റവാളികളും വേട്ടക്കാരും ചാരന്മാരും മയക്കുമരുന്ന് മനുഷ്യക്കടത്തുകാരും ഒളിഞ്ഞിരിക്കുന്ന ഒരിടമാണിത്. ഇതെല്ലാം എല്ലാവരുടെയും മുന്നിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ അത് ആക്സസ് ചെയ്യാം. പക്ഷെ നിങ്ങൾക്കത് ചെയ്യണോ? നെറ്റിനെ 3 വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിക്കാം. ആദ്യം സർഫസ് വെബ്. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമാണ്. യൂട്യൂബ്, ട്വിറ്റർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സോഷ്യൽ മീഡിയ എന്നിവയെല്ലാം വേൾഡ് വൈഡ് വെബിൻ്റെ ഭാഗമാണ്. ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിനുകൾ മിക്കവാറും എല്ലാം ഇൻഡെക്സ് ചെയ്യുന്നതിനാൽ സർഫസ് വെബിൽ എന്തും കണ്ടെത്താൻ എളുപ്പമാണ്. ഓരോ സെക്കൻഡിലും 1000-ലധികം ഫോട്ടോകൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്നു. 1000 ട്വീറ്റുകൾ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്നു. 70,000 ഗൂഗിൾ സെർച്ചുകൾ നടക്കുന്നു. കൂടാതെ ഏകദേശം 1,00,000 യൂട്യൂബ് വീഡിയോകൾ കാണപ്പെടുന്നു. ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ സർഫസ് വെബ് വളരെ വലുതാണെന്ന് തോന്നാം. ട്രാഫിക്കിൻ്റെ കാര്യത്തിൽ അത് ശരിയുമാണ്. നിങ്ങൾ ചെയ്യുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും ഇവിടെ കണ്ടെത്താനാകും. നിങ്ങൾക്ക് ആരെയും തിരയാനും അവരെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചുമുള്ള ചില വിവരങ്ങൾ കണ്ടെത്താനും കഴിയും. എന്നാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാത്തത് അവരുടെ ബാങ്ക് അക്കൗണ്ടോ മെഡിക്കൽ രേഖകളോ പോലെയുള്ള കാര്യങ്ങളാണ്. കാര്യങ്ങൾ പാസ്വേഡ് പരിരക്ഷയുള്ള വെബ്സൈറ്റുകൾക്ക് കീഴിൽ മറച്ചിരിക്കുന്നു. അവിടെ അവർക്ക് മാത്രമേ അവ ആക്സസ് ചെയ്യാൻ കഴിയൂ. ഇതാണ് നമ്മൾ ഡീപ്പ് വെബിലേക്ക് കടക്കുന്ന ഇടം. സെർച്ച് എഞ്ചിനുകൾ ഇൻഡെക്സ് ചെയ്യാത്ത ഇൻ്റർനെറ്റിലെ ഉള്ളടക്കത്തെയാണ് ഡീപ്പ് വെബ് എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായി നിങ്ങൾക്ക് ഗൂഗിളിൽ അത് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ സാങ്കേതികമായി ഡീപ്പ് വെബിലാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഇമെയിലിലേക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡീപ്പ് വെബ് ബ്രൗസ് ചെയ്തിട്ടുണ്ടാകും. സാങ്കേതികമായി ഡീപ്പ് വെബ് നിങ്ങൾ കരുതുന്നത്ര കൂളല്ല എന്നത് ഒരുപക്ഷെ നിരാശാജനകമായിരിക്കാം. ഇത് ഉപരിതല വെബ് പോലെ തന്നെ വിരസമാണ്. പക്ഷേ കുറച്ചുകൂടി രഹസ്യാത്മകതയുണ്ട്. ഇൻ്റർനെറ്റിലെ ഏറ്റവും വലിയ ഭാഗമാണ് ഡീപ്പ് വെബ്. ഇൻ്റർനെറ്റിലുള്ള എല്ലാത്തിൻ്റെയും 96% ഡീപ്പ് വെബിൽ അടങ്ങിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ എല്ലാ ദിവസവും ഓൺലൈനിൽ പോയി അടുത്ത 50 വർഷത്തേക്ക് പുതിയ വെബ്സൈറ്റുകൾ തിരഞ്ഞാലും ഇൻ്റർനെറ്റിലുള്ള വിവരങ്ങളുടെ അളവിൽ ഒരു കോട്ടവും വരുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. അത്രയധികം കാര്യങ്ങളുണ്ട്. അതിൽ മിക്കതിനും നിങ്ങൾക്ക് പ്രവേശനം പോലും ലഭിക്കില്ല. എന്നാൽ ഡീപ്പ് വെബിനേക്കാൾ ആഴത്തിൽ ഇൻ്റർനെറ്റിൻ്റെ ഏറ്റവും ചെറിയ ഒരു ഭാഗത്താണ് വെബ്സൈറ്റുകൾ വിട്ടുപോകാത്ത കാര്യങ്ങൾ നിലനിൽക്കുന്നത്. അവിടെയെല്ലാം എൻക്രിപ്റ്റ് ചെയ്തവയാണ്. എൻ്റെ നിലനിൽപ്പ് തന്നെ ഒരു IP അഡ്രസ് ഇല്ലാതെയാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിലാണ് ഇരിക്കുന്നത്. ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ വ്യക്തിത്വം പൂർണ്ണമായും മറയ്ക്കാൻ എൻക്രിപ്റ്റ് ചെയ്ത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ഇതിലേക്ക് പ്രവേശിക്കാൻ കഴിയും. എന്തും എങ്ങനെയുള്ളതും അനുവദനീയമാണ്. ഇതാണ് ഡാർക്ക് വെബ്. പക്ഷേ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എല്ലാവർക്കും പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലത്ത് ലോകത്തിൽ നിന്ന് എങ്ങനെ ഒളിഞ്ഞിരിക്കാൻ കഴിയും?
നിങ്ങൾ സർഫസ് വെബ് ബ്രൗസ് ചെയ്യുമ്പോൾ FBI നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടാകാം. ക്കും അങ്ങനെയല്ല, പക്ഷേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് നിങ്ങൾ ഓൺലൈനിൽ ചെയ്യുന്നതെല്ലാം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. പല വെബ്സൈറ്റുകളും നിങ്ങൾ എന്താണ് തിരയുന്നതെന്നും കാണുന്നതെന്നും ട്രാക്ക് ചെയ്യുകയും അതിനനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നിങ്ങൾക്ക് പരസ്യം ചെയ്യുകയും ചെയ്യും. ഇത് പുതിയ കാര്യമല്ല. ഫേസ്ബുക്ക്, ആമസോൺ മിക്ക സോഷ്യൽ മീഡിയ സൈറ്റുകളും ഇതിന് കുറ്റക്കാരാണ്. അവർ നിങ്ങളുടെ ഡാറ്റ പരസ്യദാതാക്കൾക്ക് വിൽക്കുന്നു. നിങ്ങൾ വായിക്കാത്ത ആ നിബന്ധനകളിലും വ്യവസ്ഥകളിലും നിങ്ങളതിന് സമ്മതം നൽകിയിട്ടുമുണ്ട്. ഇത് ആകസ്മികമായി സംഭവിക്കുന്നതല്ല. ഇൻ്റർനെറ്റ് അജ്ഞാതമായിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒന്നല്ല. ചിലർ ഇതിനെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമായി കാണുന്നു. മറ്റു ചിലർക്ക് ഇതിലൊരു പ്രശ്നവും കാണുന്നില്ല. പക്ഷേ ഇത് മോശമായ കാര്യങ്ങളിലേക്ക് നയിക്കുന്നതിനു മുമ്പ് നമുക്കിത് എത്രത്തോളം മുന്നോട്ടു പോകാൻ അനുവദിക്കാൻ കഴിയും? തമാശ എന്താണെന്ന് വെച്ചാൽ 20 വർഷം മുമ്പ് അമേരിക്കൻ ഗവൺമെൻറ്റും ഇതേ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. ഇൻ്റർനെറ്റ് എല്ലാവർക്കും അജ്ഞാതമായിരിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തതല്ല എന്നതിനാൽ ഓൺലൈനിൽ അവരുടെ ആശയവിനിമയങ്ങൾ സംരക്ഷിക്കാൻ അവർക്ക് ഒരു സംവിധാനം ആവശ്യമായിരുന്നു. ആർക്കും സർക്കാർ വിവരങ്ങൾ കൈമാറുമ്പോൾ ചോർത്താൻ കഴിയുമായിരുന്നു. ഇത് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു. അതുകൊണ്ട് 1990കളുടെ മധ്യത്തിൽ US നാവിക ഗവേഷണ ലബോറട്ടറിയിലെ ഗവേഷകർ ഓണിയൻ റൗട്ടിംഗ് എന്നറിയപ്പെടുന്ന ഒരു കാര്യത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഓണിയൻ റൗട്ടിംഗ് അയക്കുന്ന ഡാറ്റയെ ഒന്നിലധികം പാളികളുള്ള എൻക്രിപ്ഷൻ ഉപയോഗിച്ച് പൊതിഞ്ഞുകൊണ്ട് സംരക്ഷിക്കുന്നു. അതിൽ ഏറ്റവും ഉള്ളിലെ പാളിയിലാണ് യഥാർത്ഥ സന്ദേശം അടങ്ങിയിരിക്കുന്നത്. ഇതിനെ ഇങ്ങനെ കാണുക. നിങ്ങൾക്ക് ഒരു സന്ദേശം ഇവിടെ നിന്ന് ഇവിടെ എത്തിക്കണം. പക്ഷേ ആ സന്ദേശം അവസാനം എത്തണമെങ്കിൽ അത് 3 ഇടത്താവളങ്ങളിലൂടെ കടന്നു പോകണം. നമുക്ക് അവയെ ABC എന്ന് വിളിക്കാം. സന്ദേശം 3 ലെയറുകളായി എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നു. ഓരോ ലെയറിനും മെസ്സേജ് മുൻപ് എവിടെ നിന്നാണ് വന്നതെന്നും അടുത്തതായി എങ്ങോട്ട് അയക്കണമെന്നും മാത്രമേ അറിയൂ. മറ്റൊന്നും അറിയില്ല. അതിനാൽ ആദ്യം അയച്ച മെസ്സേജോ ഡാറ്റയോ ഒളിഞ്ഞിരിക്കുന്നു. ഓരോ മധ്യ പോയിന്റിലും ഒരു ലെയർ എൻക്രിപ്ഷൻ നീക്കം ചെയ്യുകയും പുതിയ ലെയറുകളിലെ വിവരങ്ങൾ അടുത്തതായി മെസ്സേജ് എങ്ങോട്ട് അയക്കണമെന്ന് പറഞ്ഞു തരികയും ചെയ്യുന്നു. ഇതിൽ എല്ലാ പോയിന്റുകളിലൂടെയും സഞ്ചരിച്ച ശേഷം അവസാന ലെയർ നീക്കം ചെയ്യുകയും മെസ്സേജ് വെളിപ്പെടുകയും ചെയ്യുന്നു. ഈ എൻക്രിപ്ഷൻ നമ്മുടെ ഡാറ്റയെ നിരവധി സ്ഥലങ്ങളിലേക്ക് അയക്കാൻ സഹായിക്കുന്നു. ഇടയിൽ അത് തട്ടിയെടുക്കാൻ കഴിയില്ല. മറ്റാർക്കും കാണാൻ കഴിയില്ല. ആർക്കാണോ കാണാൻ കഴിയേണ്ടത് അവർക്ക് മാത്രമേ കാണാൻ കഴിയൂ. കാരണം ഓണിയൻ റൂട്ടിംഗ് ഉള്ളതുകൊണ്ട് ടോർ പോലുള്ള ഡാർക്ക് നെറ്റുകൾ നിലനിൽക്കുന്നു. ഇൻ്റർനെറ്റ് പോലെയുള്ള നെറ്റ്വർക്കുകൾക്കൊപ്പമാണ് ഡാർക്ക് നെറ്റുകൾ പ്രവർത്തിക്കുന്നത്. ടോർ ആക്സസ് ചെയ്യാൻ പ്രത്യേക സോഫ്റ്റ്വെയർ ആവശ്യമാണ്. ടോർ എന്നാൽ ദി ഒണിയൻ റൂട്ടർ എന്നാണ്. ഈ സാങ്കേതിക വിദ്യയുടെ പേരിലാണ് ഈ സോഫ്റ്റ്വെയറിന് പേര് നൽകിയിരിക്കുന്നത്. ഇത് സാധാരണ വെബ് ബ്രൗസറുകളെ പോലെ തോന്നുമെങ്കിലും ടോർ വഴിയും മറ്റ് സമാന ഡാർക്ക് നെറ്റുകൾ വഴിയും പൊതുജനങ്ങൾക്ക് ലഭ്യമല്ലാത്ത വെബ് പേജുകൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. ഡാർക്ക് വെബ് ആക്സസ് ചെയ്യാൻ ആവശ്യമായ ടൂളുകളും ആവശ്യകതകളും ലോകമെമ്പാടുമുള്ള വിവിധ തരം ഉപയോക്താക്കളെ ആകർഷിക്കാൻ മതിയാകും. പേജുകളിലേക്കുള്ള ലിങ്കുകൾ youtube.com പോലെയല്ല. അവ പരിചിതമല്ല. പകരം അവ ക്രമരഹിതമായ അക്ഷരങ്ങളും ഓനിയനും ചേർന്നുള്ളവയാണ്. ORG അല്ല. ഏതെങ്കിലും പരമ്പരാഗത വെബ് ബ്രൗസർ വഴി ഈ വെബ്സൈറ്റുകൾ ആക്സസ് ചെയ്യാൻ ശ്രമിച്ചാൽ അവ പ്രവർത്തിക്കില്ല. എന്നാൽ ടോർ ഉപയോഗിച്ചാൽ അവ പ്രവർത്തിക്കും. ഇതാണ് ഡാർക്ക് വെബ്. ഇതിലേക്കുള്ള നിങ്ങളുടെ ആദ്യ ചുവടുവയ്പ് അല്ലെങ്കിൽ ഇത് ഹിഡൻ വിക്കിയാണ്. ഡാർക്ക് വെബിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന നൂറുകണക്കിന് വ്യത്യസ്ത ഹിഡൻ സേവനങ്ങളുടെ ഒരു ലിസ്റ്റ് ഇതിൽ അടങ്ങിയിരിക്കുന്നു. വ്യാജ ഡ്രൈവിംഗ് ലൈസൻസും പാസ്പോർട്ടുകളും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. നിയമവിരുദ്ധമായ ആയുധങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ഇതെല്ലാം ഇവിടെയുണ്ട്. നമ്മൾ ഇതിൻ്റെ ഉപരിതലം മാത്രമേ സ്പർശിക്കുന്നുള്ളൂ. സാധാരണ വെബിലേതുപോലെ ഡാർക്ക് വെബിലും മാർക്കറ്റ് പ്ലേസുകൾക്ക് വലിയ പ്രചാരമുണ്ട്. ഡാർക്ക് വെബ്
നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യുക? പരമ്പരാഗത പേയ്മെൻറ്റ് രീതികൾ ഉപയോഗിച്ച് ഡാർക്ക് വെബിൽ ഇടപാടുകൾ നടത്തുന്നത് അത്ര വിവേകമല്ല. ക്രെഡിറ്റ് കാർഡുകൾ പോലെയുള്ളവ എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ അജ്ഞാതത്വം ഇല്ലാതാക്കുകയും തടവറയിലേക്ക് നയിക്കുകയും ചെയ്യാം. തീർച്ചയായും അവ ഒഴിവാക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. സാധാരണക്കാർ കാണാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഇതിന് ഇരയാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഡാർക്ക് വെബിൽ നിന്ന് അകന്നു നിൽക്കുക. ഡാർക്ക് വെബ് എത്രത്തോളം മോശമാണെന്ന് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ഇതാദ്യമായാണ് ഇതിനെക്കുറിച്ച് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തിലാണ് ഏർപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഒരിക്കൽ അകത്ത് കടന്നാൽ പിന്നെ പുറത്തു വരുന്നത് അത്ര എളുപ്പമല്ല.